ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ കൊളോണിയൽ കാലത്തിന് ശേഷം നിലവിൽ വന്ന ജനാധിപത്യ വ്യവസ്ഥിതിയോ ഈ ഭരണഘടനയോ അധികകാലം നിലനിന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മുടെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ ഭരണഘടന 75 വർഷം നിലനിന്നു എന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നത്. അതിൽ എന്താണ് ഇപ്പോൾ നേരിടുന്ന ഭീഷണി? ഇവർ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ അങ്ങ് നിരീക്ഷിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോൾ നേരിടുന്ന ഒരു ഭീഷണി? നല്ല ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്, അതിൻ്റെ ക്രെഡിറ്റ് ഏത് പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ള ചർച്ച വലിയ അർത്ഥമുള്ള ഒന്നായി ഞാൻ കാണുന്നില്ല. നമ്മുടെ ഭരണഘടന ഈ 75 വർഷക്കാലത്തിനിടയിൽ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി അടിയന്തരാവസ്ഥ തന്നെയായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഭരണമായിരുന്നു. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് നേതാവായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് എന്തെല്ലാം രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണ്. ഭരണഘടന നിർജ്ജീവമാക്കപ്പെട്ടു, ഭരണഘടന ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതൽ ശരി. അവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. അല്ലെങ്കിൽ ഈ പുതിയ തലമുറ, ഞാൻ ഈ പറയുന്നത് നമ്മുടെ കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാകുമെന്ന് നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഏതാണ്ട് ഊഹിക്കാം. 50 വർഷം മുമ്പ് നടന്ന വലിയ ഒരു കിരാതമായ നടപടിയായിരുന്നു നൃശംസത എന്ന വാക്കുകൊണ്ട് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ഭരണഘടനയുടെ മേൽ നടന്ന അത്യാചാരം എന്നുള്ളത്. അത് അക്കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ, അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ. അക്കാലത്ത് കഠിനമായ സെൻസർഷിപ്പിന് വിധേയമായി പത്രപ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് ആ കാലങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഞെട്ടലോടെ, വിഷമത്തോടെ, വേദനയോടെ, വിതുമ്പലോടെ മാത്രമേ ഇപ്പോഴും ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഈ ഭരണഘടന 75 വർഷം ഇപ്പോൾ പൂർത്തിയാക്കുമ്പോൾ അത് ആഘോഷിക്കട്ടെ, ആഘോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആഘോഷിക്കുന്നതിനുള്ള അർഹത ആർക്കാണ്? ഭരണഘടനയെ നിഗ്രഹിക്കാൻ ശ്രമിച്ച ആ നൃശംസതയുടെ കർത്താക്കൾക്കാണോ, അതോ ഈ ഭരണഘടനയെ പലതരത്തിലുള്ള അപകടഘട്ടങ്ങളിൽ സംരക്ഷിച്ച് നിർത്തിയ ജനങ്ങൾക്കാണോ? ജനമെന്ന് ഞാൻ പറയുമ്പോൾ ആവർത്തിക്കുന്നു, വി ദ പീപ്പിൾ എന്ന് പറയുന്ന ആ ജനങ്ങൾക്കാണോ അതിൻ്റെ അവകാശം എന്ന ചോദ്യമുണ്ട്. തീർച്ചയായും അത് ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങൾ ഈ ഭരണഘടനയുടെ നിലനിൽപ്പ്, അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, ശാക്തീകരണം എല്ലാം ആഘോഷിക്കും. ഭരണഘടനയ്ക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുന്നതിനുള്ള പ്രാപ്തി ഈ ജനങ്ങൾക്കുണ്ട്.